10.5 lakhs ഡസ്റ്റർ പുതിയത് കിട്ടും, അങ്ങനെയാണ് പരസ്യത്തിലൊക്കെ പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ കിട്ടുമെന്നാണ് ഉത്തരം. അതായത് 10.5 ലക്ഷം എക്സ്ഷോറൂം പ്രൈസിൽ പുതിയ ഡസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ 12,70,000 രൂപയാണ് നമ്മുടെ ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ചേർത്ത് വരുമ്പോൾ നമുക്ക് ഇറക്കാനായിട്ട് പറ്റുന്ന റേറ്റ്. അതിൽ പക്ഷേ എൻജിൻ മാറ്റമുണ്ട്. അതായത് നമുക്ക് നോർമലി ഒരു പരസ്യങ്ങളിൽ കാണിക്കുന്നത് 163 PS പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1.3 ലിറ്റർ ടർബോ എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് 10 ലക്ഷത്തിന് കിട്ടുന്നത് ഈ കാണുന്ന ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതും അതുപോലെ ആ ഒരു പുതിയ ഗിയർ ബോക്സുമായിട്ടാണ് ഇത് പെയർ ചെയ്തിട്ടുള്ളത്. 5 സ്പീഡ് ഗിയർ ബോക്സിലാണ് സാധാരണ റെനോ വാഹനങ്ങളിൽ ഒരു 1 ലിറ്റർ എഞ്ചിൻ വന്നിട്ടുണ്ടെങ്കിൽ ഡസ്റ്ററിലേക്ക് വന്നപ്പോൾ അത് 6 സ്പീഡ് ട്രാൻസ്മിഷനായിട്ട് മാറിയിട്ടുണ്ട്. മാനുവലായിട്ട് മാത്രം 3 വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഡസ്റ്ററും ഈ ഒരു മോഡൽ തന്നെയാണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒതന്റിക്, എവല്യൂഷൻ, ടെക്നോ എന്നിങ്ങനെയുള്ള തുടക്കത്തിലെ 3 വേരിയന്റിലാണ് ഈ ഒരു എഞ്ചിൻ നമുക്ക് ലഭിക്കുക. ആദ്യം തന്നെ ഈ ഒരു എഞ്ചിൻ വെച്ച് ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴൊക്കെ കൂടുതലും ഈ റോഡിൽ വാഹനങ്ങൾ ഇടിച്ചിട്ടും അതല്ലാതെയുമുള്ള പ്രശ്നങ്ങളുമായിട്ട് അടികൂടി നമ്മൾ കാണാറുണ്ടല്ലേ. സോ എൻ്റെ ഒരു സജഷൻ, നിർബന്ധമായിട്ട് നിങ്ങളുടെ വാഹനങ്ങളിൽ ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യണം. അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിൽ ഡാഷ് ക്യാം വെച്ചോ, പക്ഷെ അത് നിർബന്ധമാണ്. എന്നോടൊരു സജഷൻ ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് ടൈഗർ എന്ന ബ്രാൻഡിന്റെ F7N Elite എന്ന് പറയുന്ന ഒരു മോഡലാണ്. റെഡ് ടൈഗറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ താഴെ കാണുന്ന കൂപ്പൺ കോഡ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസിൽ നിന്നും 5% ഡിസ്കൗണ്ട് വേറെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ഡുവൽ ഡാഷ് ക്യാം ആണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് 4Kയിലും റിയർ 180p റെസൊല്യൂഷനിലും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ റെഡ് ടൈഗറിന്റെ ആപ്പ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓടുന്ന സമയത്ത് മാത്രമല്ല, വണ്ടി പാർക്കിങ്ങിൽ ഇടുന്ന സമയത്തും നമ്മുടെ ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇൻസ്റ്റാളേഷനും വളരെ സിമ്പിൾ ആണ്. ഇതിന് ബോക്സിനകത്ത് നമുക്ക് 2 ക്യാമറ കൂടാതെ മൗണ്ട്സ്, കേബിൾസ്, അതുപോലെ 3000-ന് മുകളിൽ കോസ്റ്റ് വരുന്ന 128 GB ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്. ഏകദേശം 10 മണിക്കൂറോളം നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ലഭിക്കുമെന്നുള്ളതാണ്. ഫ്രണ്ട് ക്യാമറ വിൻഷീൽഡായിട്ട് പ്ലേസ് ചെയ്യാം. റിയർ ക്യാമറ നമുക്ക് പുറത്ത് തന്നെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വന്നുള്ളത്. സാധാരണ നമ്മുടെ ക്യാമറകളൊക്കെ നമ്മൾ കാറിന്റെ ഗ്ലാസ്സിനകത്താണ് ഫിറ്റ് ചെയ്യുമെങ്കിൽ റെഡ് ടൈഗർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റിയർ ക്യാമറ പുറത്ത് തന്നെ ഫിറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ നമ്പർ പ്ലേറ്റ് മുകളിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് ക്ലാരിറ്റി നമുക്ക് റിയർ വ്യൂ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് DRM ആയിട്ട് കൂടി റിയർ ക്യാമറയുടെ ഒരു വ്യൂ ഞാൻ യൂസ് ചെയ്യുന്നത്. അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ ഓപ്ഷനെ കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. എടുക്കാൻ പറ്റുമോ? കാരണം കൈഗറിൽ വരുന്ന സെയിം എഞ്ചിനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇത്രയും വലിയൊരു വാഹനത്തിലേക്ക്, ഒരു 1.5 ടണ്ണിലേക്ക് ഉള്ള ഒരു വാഹനത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ്, ലാഗ് ഉണ്ടോ, കയറ്റം കയറുമോ എന്നുള്ള സംശയം വരെ ഉണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഫസ്റ്റ് ഡ്രൈവിൽ തന്നെ ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു മുതലാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്തായാലും സെയിം കൈഗറിൻ്റെ സെയിം എഞ്ചിനാണോ എന്ന് ചോദിച്ചാൽ ചെറിയ മാറ്റങ്ങളുണ്ട്. എഞ്ചിൻ ബ്ലോക്ക് സെയിം ആണ്, പക്ഷേ പാക്കിങ്ങിലും അതുപോലെ അത് പെയർ ചെയ്തിട്ടുള്ള ഗിയർ ബോക്സിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നല്ല മാറ്റങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്, കൈഗറിൽ 5 സ്പീഡാണ് വന്നിരുന്നത്. അത് കുറച്ച് നമ്മളൊരു ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു തടസ്സം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പക്ക സ്മൂത്താണ് ഷിഫ്റ്റിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് ആ ഒരു 6 സ്പീഡിൻ്റെ ഒരു യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. വൈബ്രേഷൻ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. എന്തായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാം. ഇതിൻ്റെ വെയിറ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും നമുക്ക് വല്ലാതെ അലട്ടുന്നില്ല. നമുക്ക് ഓടിക്കാൻ ഒരു ഫൺ ഫീൽ തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 1.3യുടെ അത്രയും ഒരു പവർ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്ക് 100% ഷുവറാണ്. ഇതിൽ 100 PS 166 Nm ടോർക്കാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് വളരെ ചെറുതാണ്. നമുക്ക് കണ്ണടക്കാവുന്ന ഒരു ലാഗേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വാഹനം നല്ല രീതിയിൽ പുള്ളി ചെയ്യുന്നുണ്ട്. എനിക്ക് ലോ എൻഡ് അതുപോലെ മിഡ് റേഞ്ചും അടിപൊളിയായിട്ട് തോന്നി. ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ലാഗ് വരുന്നത്. അതായത് ഒരു 6ാമത്തെ ഗിയറിലേക്ക് ഇട്ട് അതിനുശേഷം നമ്മളൊരു 90+ ഇങ്ങനെ കയറുന്ന സമയത്ത് ചെറിയൊരു ലാഗല്ല, കുറച്ചിങ്ങനെ പതുക്കെയാണ് പിന്നെ അങ്ങോട്ട് സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലോ എൻഡിലൊക്കെ നമുക്ക് അത്യാവശ്യം പവർ കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം ബോറടി ഇല്ലാതെ ഓടിക്കാൻ. ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കടി ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ല. സെക്കൻഡ് തേർഡ് ഇട്ട് കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടൗണിലൊക്കെ ഓടിക്കാൻ പറ്റും. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എഫേർട്ട്ലെസ് ആയിട്ട് ടൗണിൽ ഓടിക്കാമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഹൈവേയിൽ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ള ഓവർടേക്കിംഗ് എടുക്കണം, അതല്ലെങ്കിൽ ഒരു കുറച്ച് സ്പീഡ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു
തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഇട്ടിട്ട് ഒരു മിഡ് റേഞ്ചിലേക്ക് വാഹനം പുഷ് ചെയ്യണം. ഏകദേശം ഒരു 2000 RPM മുകളിലേക്കാണ് നല്ലൊരു പവർ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഈ ഒരു ഇപ്പോൾ സിക്സ്ത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ കറക്റ്റ് RPM മീറ്റർ നമുക്ക് റീഡ് മറ്റേ അനലോഗ് അല്ലാത്തതുകൊണ്ട് കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു ഇപ്പോൾ നമ്മൾ പോകുന്നത് 2000 RPM അടുപ്പിച്ച് നമ്മൾ 6th ഗിയറിലാണ്. ഇപ്പോൾ ഞാൻ ഫുൾ ഫ്ലാറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആക്സിലേറ്റർ 96, 97, 98 ഇങ്ങനെയാണ്. ഇപ്പോഴാണ് 100 എത്തുന്നത്. നേരെ മറിച്ച് നമുക്കൊരു ക്വിക്ക് ഓട്ടോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർത്തിലേക്ക് ഇട്ടിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം വളരെ ഒരു മിഡ് റേഞ്ചിൻ്റെ ഒരു പുള്ള് നമുക്ക് കിട്ടും. ഒരു ടർബോ എഞ്ചിൻ ഓടിക്കുന്ന എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ടർബോ എഞ്ചിൻ യൂസ് ചെയ്യുന്നവർ ഓട്ടോയ്ക്കാൻ അങ്ങനെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുക. നമുക്ക് പെട്ടെന്നൊരു സ്പീഡ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു, ഫ്ലാറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ പവർ ഏകദേശം ഇതിൻ്റെ പീക്ക് ടോർക്ക് ആയിട്ടുള്ള 166 തന്നെ നമുക്കൊരു 3200 RPM കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2500 2200 RPM മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പവർ കിട്ടി തുടങ്ങുന്നുണ്ട്. സോ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. NVH സൂപ്പറാണ്. വൈബ്രേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, തൃശ്ശൂർ റെനോ ഷോറൂമിലെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ഇത് എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈബ്രേഷൻ കാര്യങ്ങളോ കുലുക്കോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഓടിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും ഒരുപാട് വൈബ്രേഷൻസ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നില്ല. അത്യാവശ്യം വിൻ നോയ്സും കുറവാണ്. ഒരു 110 മുകളിലേക്ക് കയറിയപ്പോഴാണ് എനിക്കൊരു അല്ലെങ്കിൽ ഒരു 5000 RPM അടുത്തേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു എഞ്ചിൻ്റെ നോയ്സും വിൻ നോയ്സും ടയർ നോയ്സൊന്നും അത്യാവശ്യം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ആ രൂപത്തിലേക്ക് NVH സൂപ്പർബാണ്. കാരണം ഈ ഒരു ചെറിയൊരു എഞ്ചിൻ വെച്ചിട്ട് ഇത്രയും കിടലിനായിട്ട് NVH ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് തന്നെയാണ് പറയാനുള്ളത്. സോ ആ ഒരു കാര്യം ഓക്കെയാണ്. പിന്നുള്ളത് നമുക്ക് സസ്പെൻഷൻ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഡസ്റ്റർ അല്ലെങ്കിൽ റെനോ വരുത്തിയിട്ടില്ല. നമ്മുടെ നോർമൽ 1.3 എഞ്ചിനിൽ കിട്ടുന്ന സെയിം സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ്. ഫ്രണ്ട് മക്ഫേഴ്സനാണ്, റിയറാണ് നമുക്ക് ഒരു ഡെഡ് ആക്സിൽ സെറ്റപ്പിൽ തന്നെയുള്ള സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ഒരേ സസ്പെൻഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വാഹനത്തിൽ നമുക്ക് ഒരേ റൈഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സ്പീഡ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കോർണർ എടുക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു കോർണർ വരുന്നുണ്ട്. നമ്മൾ 6th ഗിയറിലൊരു 100+ ആണ് പോകുന്നത്. 100+ പോയിട്ടാണെന്നുണ്ടെങ്കിലും ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നമ്മൾ കോർണർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. സോ 120 നമ്മളിപ്പോൾ പോയിട്ട് മുന്നിൽ ചെറിയൊരു കോർണർ വരുന്നുണ്ട് 125. സോ ഹൈവേയിൽ നമുക്ക് ഇതേ ഒരു 5000 RPM മുകളിലേക്ക് കയറുമ്പോഴാണ് ചെറിയൊരു നോയ്സ് നമുക്ക് കേൾക്കുക കേട്ടോ. അല്ലെങ്കിൽ ലൈൻ ചേഞ്ചിങ് ഒക്കെ ഒരു രക്ഷയില്ല പറയാനായിട്ട്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൈവേ ക്രോസിങ്ങിനൊന്നും ഒരു പ്രശ്നം നമുക്ക് വരാനില്ല എന്നുള്ളതാണ്. ഓടിക്കാൻ ഇഷ്ടം തോന്നും. അതായത് ഒരു റോഡ് ട്രിപ്പിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സോ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് സീറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിൽ ഓടിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആണ് ഡസ്റ്റർ നമുക്ക് കിട്ടുന്നത്. അത് 1 ലിറ്ററിൽ നമ്മൾ 1.3 ഓൾറെഡി ഓടിച്ചിട്ടുണ്ട്. അത് വേറെ ലെവലായിരുന്നു, നമുക്ക് പറയാനില്ല, വാക്കുകളില്ല. ഡസ്റ്ററിൻ്റെ ഷാസി കേപ്പബിൾ ആണ് നമുക്ക് ആ ഒരു 1.3 എഞ്ചിൻ ഓടിച്ചപ്പോൾ തന്നെ നമുക്ക് അറിയായിരുന്നു. സോ അതേ ഫീൽ തന്നെയാണ്. അതായത് നമുക്ക് ഹൈ സ്പീഡ് പോകാനായിട്ട് ഇതിലും നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. കുറച്ച് ടൈം അധികം എടുക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. അത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ലിമിറ്റ് സൈസ് SUV കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽട്ടോസ്, ക്രെറ്റ, ഹൈ റൈഡർ, ഗ്രാൻഡ് വിറ്റാര, വിക്ടോറിസ് ആ മോഡൽസ് എല്ലാം നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് അഫോർഡബിൾ അല്ലെങ്കിൽ ലോവർ ബഡ്ജറ്റിൽ നമുക്ക് തരുന്നതെങ്കിൽ റെനോ ഒരു ടർബോ എഞ്ചിൻ തന്നെ തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. റെനോ മാത്രമല്ല, ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ടൈഗോണിലും അതുപോലെ കുഷാക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ടർബോ എഞ്ചിൻ തന്നെ ഒരു ബ്രാൻഡുകൾ തരുന്നുണ്ട്. 2 ടർബോ എഞ്ചിൻ ഓപ്ഷൻസ് തരുന്ന ബ്രാൻഡുകൾ ഇവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മോഡൽസിലും നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻസ് ആണ് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുക എന്നുള്ളത് നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് വാഹനം നിർത്തിയതിന് ശേഷം ഞാനൊരു ആക്സിലറേഷനും കൂടി കാണിച്ചു തരാം. നമുക്കിത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിന് ശേഷം 0 to 100 ഒരു പെർഫോമൻസ് കൂടി നോക്കാം. സോ 0-ലാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് RPM നോക്കുകയാണെങ്കിൽ 6000 വരെ നമുക്ക് റെഡ് ലൈൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിൽ 40 കിലോമീറ്റർ റെഡ് ലൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. സെക്കൻഡ് ഗിയറിൽ 70, എഗെയിൻ റെഡ് ലൈൻ 6000 മേലെ കയറിയിട്ടുണ്ട്. തേർഡ് ഗിയറിൽ 100 ക്രോസ് ചെയ്തു ആൻഡ് റെഡ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. സോ കുറച്ചുകൂടി ടോളർ ഗിയേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സെയിം എഞ്ചിൻ നമ്മൾ കൈഗറിൽ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കംപ്ലീഷൻ കിട്ടാത്തൊരു ഫീൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി ടോളർ ഗിയേഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആ ഒരു സ്പീഡ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബോറിംഗ് അല്ലാത്തൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അല്ലെങ്കിൽ നമുക്ക്
അടിക്കടി ഷിഫ്റ്റ് ചെയ്ത് വേണ്ട ഒരു സ്പീഡും ഗെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു അയ്യോ ഇതെന്താണെന്ന് തോന്നിപ്പോകും. ആ ഒരു ഫീലും നമുക്ക് ഈ ഒരു എഞ്ചിനിൽ കിട്ടുന്നില്ല. കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ ട്യൂണിങ് കാര്യങ്ങളും അതുപോലെ ബാക്കി വാഹനത്തിനോട് ഒത്തുപോകുന്ന രൂപത്തിലേക്ക് എഞ്ചിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബാക്കി നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിലുള്ള ഫീച്ചേഴ്സ് അതുപോലെ വേരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത് ക്ലച്ചിൻ്റെ ആണ് കേട്ടോ. ക്ലച്ച് നമുക്ക് ട്രാവൽ കൂടുതലാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ ഒരു മോഡേൺ കാർസിന് നമ്മൾ പണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാറുകൾ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു മോഡേൺ കാർ ഇപ്പോൾ ഇറങ്ങുന്ന കാറുകൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്ലച്ച് ട്രാവൽ ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും ഹെവി ഒന്നല്ല. ഒരു കമ്പാരിറ്റീവ്ലി ഒരു കിയ അല്ലെങ്കിൽ ഹ്യുണ്ടായി വാഹനങ്ങൾ കുറച്ചുകൂടി ലേറ്റാണ്. അത്രയും ലേറ്റ് അല്ല, എന്നാലും കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുള്ളൊരു പ്രശ്നമൊന്നും അവിടെയും വരുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ 1 ലിറ്റർ എടുക്കണോ 1.3 ലിറ്റർ എടുക്കണോ ഡസ്റ്റൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് രണ്ടും എടുക്കാവുന്ന ഓപ്ഷൻസ് ആണ് എന്ന് പറയാനുള്ളൂ. സോ ഈ ഒരു എഞ്ചിനിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള ടെക്നോ ആണ്. കാരണം ആദ്യത്തെ 3 വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ഇത് ലഭിക്കുള്ളൂ. ആ ഒരു മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ LED ആണ്. അതിൽ തന്നെ LED DRLs കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫോഗ് ലാമ്പും കാണാനായിട്ട് സാധിക്കും. അതുപോലെ 17 ഇഞ്ചാണ് ടയർ സൈസ്. അലോയ് വീൽസ് വരുന്നുണ്ട്. നമുക്ക് ബേസ് വേരിയൻ്റ് ഒഴിച്ച് ബാക്കി 2 വേരിയന്റിലും അലോയ്സ് 17 ഇഞ്ചിൻ്റെ വരുന്നുണ്ട്. കൂടാതെ സൺറൂഫ് അല്ല പാൻഡ്രോമിക് റൂഫും വരുന്നുണ്ട്. അതും നമുക്ക് ഈ ഒരു വേരിയന്റിലായിട്ട് ആരംഭിക്കാം. നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിൻ വേണം, സൺറൂഫ് വേണമെന്നുണ്ടെങ്കിൽ ടെക്നോ എന്ന് പറഞ്ഞ വേരിയന്റിന് നിങ്ങൾ എടുക്കണം. ഇതിന് താഴേക്ക് പോയാൽ അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട്, LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സൺറൂഫ് ഉണ്ടായിരിക്കില്ല. അതുപോലെ 50 കിലോ ഭാരം കയറ്റാവുന്ന ഫങ്ഷണലായിട്ടുള്ള റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിറേഴ്സ്, അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻക്ലൂഡിങ് നമുക്ക് ഓട്ടോ ഫോൾഡ് അടക്കം വരുന്നത്. നമ്മൾ കീയിൽ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൾഡ് ആവുന്നുണ്ട്. 212 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. 4 വീലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് 1.3 എഞ്ചിൻ എടുക്കുമ്പോൾ ലഭിക്കുന്നത്. 1 ലിറ്ററിൽ നമുക്ക് മുൻവശത്ത് ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും വരുന്നത്. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ടൈൽ ലാമ്പ് യൂണിറ്റ് വിത്ത് കണക്റ്റിംഗ് ടൈപ്പോട് കൂടി വരുന്നുണ്ട്. ബേസ് വേരിയന്റ് എടുത്താൽ മാത്രം നമുക്ക് ഇവിടെ ഇലുമിനേഷൻ ഉണ്ടാവില്ല. ബാക്കി ഏത് വേരിയന്റ് എടുത്താലും ഇവിടെ ഇലുമിനേഷൻ വരുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ, അതുപോലെ തന്നെ വൈപ്പർ, ഡീഫോഗർ, സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാം. നമുക്ക് ഫുൾ ഫാബ്രിക് അപ്പോൾസ്റ്ററി ആണ് ഈ ഒരു എഞ്ചിൻ എടുക്കുന്നവർക്ക് ലഭിക്കുക. അതിൽ ബേസും അതുപോലെ സെക്കൻഡ് വേരിയന്റിൽ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആവും. ടെക്നോ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിലാണ് ബ്ലാക്കിനോടൊപ്പം എന്ത് കളർ എന്നാ പറയേണ്ടത്, ഒരു മെറൂൺ പോലെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫിനിഷ് വരുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് അപ്പോൾസ്റ്ററി ആണ് കേട്ടോ. എന്തായാലും ഇത് കൊള്ളാമെന്ന് പറയാം. അതുപോലെ തന്നെ 60/40 സ്പ്ലിറ്റ് സീറ്റ്, 5 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് റിയറിലേക്കും ആംറസ്റ്റ്, അതും കപ്പ് ഹോൾഡേഴ്സോട് കൂടി വരുന്നുണ്ട്. റിയർ AC വെൻറ്റും 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിയൻ്റ് മുതലുള്ളതാണ് ഇതൊക്കെ. അതുപോലെ 6 എയർ ബാഗ് വരുന്നതുകൊണ്ട് തന്നെ കർട്ടൺ എയർ ബാഗിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ലഭിക്കും. ഇതാണ് പാനോമിക് റൂഫിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ, എൻ്റെ തലയുടെ പുറകിൽ വരെ ഇതിൻ്റെ ഒരു വ്യൂ എത്തി നിൽക്കുന്നുണ്ട്. സോ പുറകിലിരിക്കുന്നവർക്കും ആസ്വദിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ പാനോമിക് റൂഫ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നല്ല രീതിയിൽ പുറകിലേക്ക് ഇട്ടുള്ളതാണ്. എന്നിട്ട് പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോഫയിൽ ഇരിക്കുന്ന പോലെ നമുക്ക് റിയറിലിരുന്ന് യാത്ര ചെയ്യാം. ടെക്നോ മുതലാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്മാർട്ട് കീ ആവുന്നത്. സ്മാർട്ട് കീ വളരെ ഷോക്കാണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലുള്ള കീ ആണ് ശരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ആണ് ഇൻസൈഡ്. ഡോർ ഹാൻഡിലൊക്കെ 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, ORM ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് കൺട്രോളൊക്കെ നമുക്ക് അവിടെ കാണാം. ആർക്കിമീസിൻ്റെ 6 സ്പീക്കേഴ്സോട് കൂടിയിട്ടുള്ളൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ സ്പീക്കേഴ്സ് നമുക്ക് ഡോറിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ട്വീറ്റർ നമുക്ക് പില്ലറിലായിട്ടും ലഭിക്കുന്നുണ്ട്. ഏകദേശം ആർക്കിമീസിന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്കൊരു റൈഡിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റുമെന്ന് പറയാം. ഇവിടെ നോക്കിയാൽ നമുക്ക് എക്കോ മോഡ്, ഹെഡ്ലൈറ്റ് ലെവലർ, ഐഡിൽ, സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നീ കൺട്രോൾസ് കാണാൻ സാധിക്കും. പിന്നെ മീഡിയയുടെ കൺട്രോളും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ മീഡിയയുടെ കൺട്രോൾ സാധാരണ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇതിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗണും സോഴ്സ് അതുപോലെ മോഡ് അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ 7 ഇഞ്ചിൻ്റെ MIDയുടെ കൺട്രോൾസ് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ ഇൻഫർമേഷനിലൂടെ പോകാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വെയറിന് മുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ക്രൂയിസ് കൺട്രോളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്ക് ഒരു സ്റ്റിയറിംഗ് കവർ കുറവുണ്ടാവുന്നു. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അത്യാവശ്യം ഉണ്ടോ ഒരു സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് നൈസ് ആയിട്ടുണ്ട് എന്ന് പറയാം. 10.1 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ്. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും. AC-യുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ അറിയാം. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയുള്ള ക്യാമറ വരുന്നുണ്ട് എന്ന് പറയാം. ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു ടെക്നോയിലെ ഫീച്ചറാണ്.
അതിൽ താഴേക്ക് വന്നാൽ നമുക്ക് ഇങ്ങനെ AC കൺട്രോൾ ഇങ്ങനെ തിരിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള കുറച്ചുകൂടി അപ്പ് ക്ലാസ് ഫീൽ ചെയ്യുന്ന ഒരു കൺട്രോൾസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് വരുന്നുണ്ട്. 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്. ഇതാണ് നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ വന്നിട്ടുള്ളത്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ ആംറസ്റ്റ്, അതിന് താഴെ സ്റ്റോറേജ് ഏരിയ. നമുക്ക് ബെസൽലെസ് ആയിട്ടുള്ള IRM വന്നിട്ടുണ്ട്. പാനോമിക് റൂഫിന് നമ്മുടെ കർട്ടൻ ഓപ്പൺ ചെയ്യുന്നതിനും ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നതിനും സെപ്പറേറ്റ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുപോലെ ഗ്ലോ ബോക്സിൽ വിത്ത് ലൈറ്റോട് കൂടി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് കളർ കോമ്പിനേഷൻ, ഒരു വുഡ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ട് മൊത്തം മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം. സോ നമ്മൾ ഇത്ര നേരം കണ്ട ഇത്രയും ഫീച്ചേഴ്സുമായിട്ടുള്ള ഒരു ഡസ്റ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ 16,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് കൊടുക്കേണ്ടത്. ബേസ് വേരിയന്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായി 12,70,000 രൂപയാണ്. അതിൽ നിന്നും 1.5 ലക്ഷം രൂപ കൊടുത്താൽ ഇതിൻ്റെ രണ്ടാമത്തെ വേരിയന്റ് കിട്ടും. ഒരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയന്റ് ആണ്. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ അത് കണ്ടാൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആ വേരിയന്റിൽ കിട്ടുക എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. 14,12,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റിൽ നിന്നും 2,13,000 രൂപ അധികം കൊടുക്കണം ഈ ഒരു വേരിയന്റ് കിട്ടാനായിട്ട്. അതിനുള്ള വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പാനോമിക് റൂഫ്, ഡുവൽ സോൺ AC അങ്ങനെയുള്ള അത്യാവശ്യം ഒരു ലക്ഷറി ഫീച്ചേഴ്സ് ആഡ് ആവുന്നുണ്ട് എന്ന് പറയാം. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ടെക്നോ എന്ന് പറയുന്ന വേരിയന്റ് എടുക്കും, അതല്ല നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഇതേ എഞ്ചിൻ വെച്ച് വരുന്ന 14,12,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള എവല്യൂഷൻ ആണ് ബെസ്റ്റായി നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്ത് അറിയിക്കണം. സോ ഈ ഒരു മോഡൽസ് ഇപ്പോൾ നാട്ടിൽ എത്തിയിട്ടുള്ള ഷോറൂമുകളിൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണണം, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.